ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് സംസാരിക്കുന്നത് ടെന്നീസ് എൽബോനെ കുറിച്ചാണ്. എന്താണ് ടെന്നീസ് എൽബോ? നമ്മൾ മെഡിക്കൽ ഭാഷയിൽ അതിനെ ലാറ്ററൽ എപ്പിക്കോണ്ടലൈറ്റിസ് എന്ന് പറയും. ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് നമ്മുടെ റിസ്റ്റ് ജോയിൻറ്റിനെ മേലിലേക്ക് പൊക്കാൻ ആവശ്യമുള്ള ഒരു മസിൽ. എൽബോ എന്നാണ് തുടങ്ങുന്നത് ആ മസിൽ. അപ്പോൾ അത് രണ്ട് തരം മസിൽസ് ഉണ്ട്. എക്സ്റ്റൻസർ കാർപ്പി റേഡിയലിസ് ബ്രെവിസ്, എക്സ്റ്റൻസർ കാർപ്പി റേഡിയലിസ് ലോങ്ങസ്. ഇങ്ങനെ ഈ രണ്ട് മസിൽസിലും വരുന്ന നീർക്കെട്ട്, അതിനെയാണ് നമ്മൾ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ടെന്നീസ് എൽബോ വരുന്നു, എന്തുകൊണ്ടാണ് ഇത് മാറാതെ പോകുന്നത് എന്നുള്ളതാണ്. ടെന്നീസ് എൽബോ വരാൻ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം, നമ്മുടെ എൽബോ എന്ന് ഉൽപ്പാദിക്കുന്ന ഈ മസിൽ ECRB അല്ലെങ്കിൽ ECRL എന്ന് പറയുന്ന ഈ രണ്ട് മസിൽസ് നമുക്ക് ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന മസിൽസാണ്. നമ്മുടെ റിസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന, നമ്മുടെ ഫിംഗേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന മസിൽസാണ്. അപ്പോൾ ഈ നമ്മൾ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, സ്ക്രൂ ഡ്രൈവറെ പിടിച്ച് തിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഭാരം എടുക്കുന്നതോ പെട്ടെന്ന് ഒരു ബോൾ എടുത്ത് എറിയുന്നതിലോ, അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ആ മസിൽസിനെ ഉപയോഗിച്ച് ശീലമില്ലാതെ അമിതമായിട്ട് ആ മസിൽ ലോഡ് വരേണ്ടി വരുമ്പോൾ, എക്സ്ട്രാ എഫേർട്ട് ആ മസിൽ എടുക്കേണ്ടി വരുമ്പോൾ മസിലിൻ്റെ അറ്റാച്ച്മെൻറ്റിൽ ഒരു ചെറിയൊരു നീർക്കെട്ട് തുടങ്ങുന്നതാണ് ടെന്നീസ് എൽബോ. ആ നീർക്കെട്ട് മാറാൻ ഏകദേശം ഒരു 3 മാസത്തോളം റെസ്റ്റും മരുന്നുകളൊക്കെ വേണ്ടി വരാറുണ്ട്. പക്ഷെ ആ മാറാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾ പിന്നെയും മാറി എന്ന് കരുതി പിന്നെയും നമ്മൾ അടുത്ത് ജോലി ചെയ്യുന്നു. പിന്നെയും ഇത് തുടർച്ചയായിട്ട് ഇതിൻ്റെ ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ട് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു അക്യൂട്ട് ഇൻഫ്ലമേഷനെ ഒരു ക്രോണിക് ഇൻഫ്ലമേഷനായി മാറുന്നു. അതായത് നിരന്തരമായിട്ട് അവിടുത്തെ മസിൽസിലെ അറ്റാച്ച്മെൻറ്റ് വരുന്ന ചെറിയ ചെറിയ ഫൈബേഴ്സ്, ഈ ഫൈബേഴ്സ് ഡാമേജ്ഡ് ആയി പോകുന്നത് കൊണ്ടാണ് ക്രോണിക് ആയിട്ടുള്ള പെയിൻ, അതായത് നിരന്തരമായിട്ട് അവിടെ ഒരു പെയിൻ ഉൽപ്പാദിക്കുന്നത്. അപ്പോൾ ഈ ടെന്നീസ് എൽബോനെ നമുക്ക് എങ്ങനെ മാറ്റാം? 4 പോയിന്റ് മാത്രമേ ഉള്ളൂ മാറ്റാൻ. റെസ്റ്റ്, ഐസ് പാക്സ്, കംപ്രഷൻ, എക്സസൈസസ്. ഈ 4 കാര്യങ്ങളാണ്. റെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എൽബോനെ ഒരു 3 ആഴ്ച അല്ലെങ്കിൽ ഒരു 6 ആഴ്ച വരെ റെസ്റ്റ് കൊടുക്കണം. ആ മസിൽസിനെ ഉപയോഗിക്കുന്ന രീതിയിൽ ചെയ്യേണ്ട യാതൊരു എക്സസൈസുകളും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് തുടക്ക സ്റ്റേജിൽ ചെയ്യേണ്ടത്. ഈ നീർക്കെട്ടിനെ കുറയ്ക്കാൻ നമുക്ക് ഐസ് പാക്സ് വയ്ക്കാം, ബ്രേസ് ഇടാം. പിന്നെ വേദനയൊക്കെ കുറഞ്ഞതിന് ശേഷം, പെയിനൊക്കെ നല്ല സെറ്റിലായി എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ സ്ട്രെച്ച് എക്സസൈസുകൾ ചെയ്യാം. ടെന്നീസ് എൽബോ സ്ട്രെച്ച്, സ്പെസിഫിക് ആയിട്ട് ഈ എക്സ്റ്റൻസർ മസിൽസിനെ സ്ട്രെച്ച് ചെയ്യാൻ ആവശ്യമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, റെസ്റ്റ്, ഐസ് പാക്സ്, കംപ്രഷൻ ആൻഡ് എക്സസൈസ്, RICE, റൈസ് എന്നുള്ള രീതിയിൽ ഒരു അബ്രിവേഷൻ വരും. ഈ 4 കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ടെന്നീസ് എൽബോ മാറിക്കിട്ടും. ടെന്നീസ് എൽബോ റെസ്റ്റും ഐസ് പാക്സും കംപ്രഷനും വെച്ചതിന് ശേഷം പോലും പെയിൻ വിട്ടു പോകുന്നില്ല. ഈ അക്യൂട്ടായിട്ടുള്ള നീർക്കെട്ട് വിട്ടുപോയാൽ മാത്രമേ നമുക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പെയിൻ വിട്ടു പോകുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസും അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നത്. ഒരു ക്രോണിക് ടെന്നീസ് എൽബോ ഒരു കൊല്ലമായിട്ട് മാറുന്നില്ല. പലതും നോക്കി, എക്സസൈസസ്, സ്ട്രെച്ച് എക്സസൈസസ്, ഫിസിയോതെറാപ്പി, ഐസ് പാക്സ്, ഇഞ്ചെക്ഷൻസ്, ഇങ്ങനെ പല കാര്യങ്ങളും ഒരു കൊല്ലത്തോളം അല്ലെങ്കിൽ ഒരു 7 മാസത്തിന് ശേഷവും മാറാത്ത പേഷ്യൻസിലാണ് സർജറി ഒരു റോളായിട്ട് വരുന്നത്. ടെന്നീസ് എൽബോ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. മസിൽസിൻ്റെ ബലക്കുറവുകൊണ്ടാണ് ടെന്നീസ് എൽബോ വരുന്നത്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ടെന്നീസ് എൽബോ വരാൻ ഇൻഫ്ലമേറ്ററി കോസസ് ഉണ്ട്. ഇൻഫ്ലമേറ്ററി കോസസ് എന്ന് പറഞ്ഞാൽ സന്ധിവാതം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് ടെന്നീസ് എൽബോ വരാം. യൂറിക് ആസിഡ് ഡെപ്പോസിഷൻ കൊണ്ട് ടെന്നീസ് എൽബോ വരാം. ഇതിനെക്കാട്ടിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് ടെന്നീസ് എൽബോ വരാൻ പ്രധാന കാരണം നമ്മൾ കഴുത്തിൻ്റെ പ്രോബ്ലംസാണ്. കാരണം ഇപ്പം ഈയിടെ നമ്മൾ പണ്ട് കാലത്തൊന്നും ഈ ടെന്നീസ് എൽബോ ഉണ്ടായിരുന്നില്ലല്ലോ. ഈ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് ടെന്നീസ് എൽബോ ഇതെന്തുകൊണ്ടാണെന്ന് ആൾക്കാർ ചിന്തിച്ച് പോയിട്ടുണ്ട്. പണ്ട് കാലത്തെ ആൾക്കാർ സ്ഥിരമായിട്ട് ജോലികൾ ചെയ്യുന്നൊരു വ്യക്തികളായിരുന്നു. പാടത്തും കൃഷിയും കന്നുകാലികൾ നോക്കുന്നതും ഇങ്ങനെ പലതരം ജോലികൾ കൈകൊണ്ട് നമുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് മസിൽസ് എപ്പോഴും ട്രെയിൻഡ് ആയിരിക്കുന്നതുകൊണ്ടാണ് ടെന്നീസ് എൽബോ വരാത്തത്. നമ്മളിപ്പോൾ അങ്ങനെയല്ല. നമ്മൾ ഫുൾ ടൈം ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. ഇരിക്കുന്നു, കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നു, TV നോക്കുന്നു. ഒരു ബാങ്ക് ജോലിക്കാരനാണെങ്കിൽ ഇരുന്ന് എഴുതുന്നു, പൈസ എണ്ണുന്നു, ടീച്ചറാണെങ്കിൽ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഉള്ള ആൾക്കാർക്ക്, കയ്യിന് പ്രത്യേകിച്ച് ഒരു എക്സസൈസുകളൊന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്നൊരു ദിവസം ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു പെട്ടി എടുക്കേണ്ടി വരുന്നു. അങ്ങനെയാണ് ടെന്നീസ് എൽബോ വരുന്നത്. ഇതിനൊക്കെ അപ്പുറം നമ്മുടെ ഇരുത്ത ശൈലി, സിറ്റിംഗ് പോസ്ചർ,
കഴുത്ത് തള്ളി പിടിച്ചുകൊണ്ടില്ല ഇരുത്തം, കമ്പ്യൂട്ടർ നോക്കേണ്ടി വരുന്നത്, മൊബൈൽ നോക്കേണ്ടി വരുന്നത്, രാത്രി 2 പില്ലോ വെച്ച് കിടക്കുന്നത്, ഇതൊക്കെ തന്നെ നമ്മുടെ കഴുത്തിനെ മുന്നിലേക്ക് പ്രൊട്രൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഇരിക്കുന്നത് കൊണ്ട് കഴുത്തുനിന്ന് കയ്യിലേക്ക് വരുന്ന ഞരമ്പുകൾക്ക് ചെറുതായിട്ടൊരു ബാധിപ്പ് വരും. സർവൈക്കൽ റാഡിക്കുലോപ്പതി എന്ന് പറയും. അത് കാര്യമായിട്ട് ഞരമ്പുകൾക്ക് ബാധിക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വേദന ഇങ്ങനെ ഇറങ്ങുന്നു വരുന്നവർ തോന്നും. പക്ഷെ അങ്ങനെ കാര്യമായിട്ട് ബാധിപ്പില്ലാത്തവർക്ക്, ചെറുതായിട്ടൊരു ഞരമ്പിന് കേടുള്ളവർക്ക്, അവരറിയാതെ തന്നെ നമ്മുടെ എൽബോൻ്റെ മസിൽസ് വീക്കായി തുടങ്ങും. ഈ എൽബോ മസിൽസ് വീക്കാവാൻ പ്രധാന കാരണം നമ്മുടെ കഴുത്തിൻ്റെ പ്രോബ്ലം ആണെന്ന് അവരും അറിയുന്നില്ല, ആരും അറിയുന്നില്ല. അങ്ങനെ എൽബോ മസിൽസ് വീക്ക് ആയതുകൊണ്ട് സെക്കൻഡറി ആയിട്ട് ഒരു ടെന്നീസ് എൽബോ വരാം. ഷോൾഡർ മസിൽസും കഴുത്ത് മസിൽസും വീക്ക് ആയതുകൊണ്ട് എൽബോ മസിൽസ് ഓവറായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് നമുക്ക് ടെന്നീസ് എൽബോ വരാം. കഴുത്തുനിന്ന് കയ്യിലേക്ക് വരുന്ന ഞരമ്പുകൾ കേടായതുകൊണ്ട് നമുക്ക് ടെന്നീസ് എൽബോ വരാം. സോ ടെന്നീസ് എൽബോന് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതും കൂടി സോർട്ട് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. കഴുത്തിൻ്റെ പോസ്ചർ കറക്ഷൻസ്, രാത്രി പില്ലോ ഒഴിവാക്കുക, കഴുത്ത് നിവർത്തുന്ന എക്സസൈസുകൾ, നട്ടില് നെഞ്ഞിൻ്റെ നടുഭാഗം നിവർത്തുന്ന എക്സസൈസ്, ഇതെല്ലാം തന്നെ കയ്യിലേക്ക് വരുന്ന ഞരമ്പുകളെ ഒന്ന് സമാധാനിപ്പിക്കും. അവിടെ കുടുങ്ങിപ്പോകുന്ന ഞരമ്പുകളെ ഒന്ന് സമാധാനിപ്പിക്കും. അതുകൊണ്ട് തന്നെ കയ്യിലേക്ക് വരുന്ന ബലക്കുറവ് ഇമ്പ്രൂവ് ആവും. അങ്ങനെ നമുക്ക് സെക്കൻഡറി ടെന്നീസ് എൽബോ മാറ്റിയെടുക്കേണ്ടതുണ്ട്. സോ ഇവിടെ ഈ പോയിന്റിൽ വരുന്ന പെയിൻ ആണെങ്കിൽ ടെന്നീസ് എൽബോ ആണെന്ന് ഭൂരിഭാഗം ആൾക്കാർക്കും ഇപ്പോഴൊക്കെ അറിയാം. ഇപ്പോഴൊക്കെ ഒ പിയിൽ ഔട്ട് പേഷ്യൻ്റ് ക്ലിനിക്കിൽ പേഷ്യൻസ് വരുമ്പോഴത്തേന് ഡോക്ടർ എനിക്കിവിടെ പെയിൻ ഉണ്ട്, ടെന്നീസ് എൽബോ അല്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കും. ടെന്നീസ് എൽബോ ആയിരിക്കാം, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ടെന്നീസ് എൽബോ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് അതും കൂടി ചേർത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ടെന്നീസ് എൽബോ വിട്ടുപോകുള്ളൂ. അപ്പോൾ നമ്മൾ 4 തരം ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പറഞ്ഞായിരുന്നു. റെസ്റ്റ്, ഐസ് കംപ്രഷൻ, ഐസ് പാക്സ്, പിന്നെ കംപ്രഷൻ ഒരു ബ്രേസ്, ഒരു ബെൽറ്റ് കിട്ടും. ഈ ബെൽറ്റിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബെൽറ്റ് നമ്മൾ ഇടുന്നത് കൊണ്ട് കയ്യിൻ്റെ ഉപയോഗം നമ്മൾ ബോധപൂർവം കുറയ്ക്കും. ബെൽറ്റ് ഇട്ടുണ്ടല്ലോ അപ്പോൾ കൈ കൂടുതൽ ജോലി ചെയ്യുന്നത്. അങ്ങനെ തന്നെ ടെന്നീസ് എൽബോന് ഒരു റെസ്റ്റ് കിട്ടും, നമ്മുടെ എൽബോന് ഒരു റെസ്റ്റ് കിട്ടും. അങ്ങനെയാണ് ടെന്നീസ് എൽബോ ഒരു പരിധി വരെ മാറ്റം വരുന്നത്. പിന്നെ 4ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് സ്ട്രെച്ച് എക്സസൈസ്. ടെന്നീസ് എൽബോ എങ്ങനെ സ്ട്രെച്ച് ചെയ്തെടുക്കാം എന്നുള്ളത്, അതൊരു പ്രത്യേക തരം സ്ട്രെച്ചാണ്. നമ്മുടെ കൈ എൽബോ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കണം, റിസ്റ്റിനെ ഡ്രോപ്പ് ചെയ്യണം, കൈ കൊണ്ട് ആ റിസ്റ്റിനെ നന്നായിട്ട് ഫ്ലെക്സ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് ഈ ഭാഗം മാത്രം പുറത്തേക്ക് തിരിക്കണം. തിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു പോകരുത്. റിസ്റ്റ് അതേപോലെ പൊസിഷനിൽ വെച്ചിട്ട് എൽബോനെ മാത്രം പുറത്തേക്ക് തിരിക്കണം. ഈ പൊസിഷനിൽ നമ്മൾ പുറത്തേക്ക് തിരിക്കുമ്പോൾ ടെന്നീസ് എൽബോ ഉള്ളവർക്ക് നന്നായിട്ട് ഇവിടെ ഒരു സ്ട്രെച്ച് അനുഭവപ്പെടും, ഒരു ചെറിയൊരു പെയിനും അനുഭവപ്പെടും. ആ സ്ട്രെച്ച് ഒരു 20 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം. റിലാക്സ്, 20 സെക്കൻഡ്സ് റിലാക്സ്. അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഒരു ദിവസം 100-120 പ്രാവശ്യമായിട്ട് ഒരു ദിവസം ചെയ്യുമ്പോൾ ഈ കേടുവന്ന ടിഷ്യൂസ് റീജനറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഐ ഹോപ്പ് ഇന്നത്തെ വീഡിയോ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.